ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇരകളാണ്. അമിത വേഗമോ അശ്രദ്ധയോ അല്ല അപകട കാരണം. ഡിസംബറിൽ പെയ്ത പെരുമഴയിൽ കാഴ്ച മങ്ങി എന്നാണ് പ്രാഥമിക നിഗമനം. ട്രാക്ക് മാറി 20 മീറ്റർ കയറിയപ്പോഴേക്കും അപകടം തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പരിഭ്രാന്തിയിൽ വാഹനത്തിന് പൊടുന്നനെ വേഗം കൂടുകയും ബസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു എന്നാണ് വിദഗ്ധർ കണ്ടെത്തുന്നത്. കാലം തെറ്റി മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിവാണ്. അന്തരീക്ഷത്തിലെ പൊടി മുഴുവൻ മഴയ്ക്കൊപ്പം താഴുന്നു. ഇതിനു പുറമെ വാഹനത്തിന്റെ വിൻഡ് സ്ക്രീനിൽ അടിഞ്ഞുകൂടിയ ചെളിയും പൊടിയും കാഴ്ച മങ്ങാനുള്ള കാരണമാകും. കനത്ത മഴയിൽ ചില്ലുകൾ കയറ്റിയിട്ടിരിക്കുന്ന വാഹനത്തിനുള്ളിൽ രൂപപ്പെടുന്ന നീരാവി കൂടിയാകുമ്പോൾ നിമിഷം കൊണ്ട് ഇങ്ങനെ അപകടമുണ്ടാകാറുണ്ട്. ആലപ്പുഴയിലെ അപകടം ഇത്തരം സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല. ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഡിസംബറിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് അപകട ദിവസം പെയ്തത്. കഴിഞ്ഞ 77 വർഷത്തെ ചരിത്രത്തിൽ ഒരു ഡിസംബറിലും നവംബറിലും ഈ ദിവസം ഉണ്ടായതിന്റെ പകുതി മഴ പോലും ആലപ്പുഴയിൽ പെയ്തിട്ടില്ല. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു കാലാവസ്ഥാ മാറ്റം കൊണ്ടുവരുന്ന അപ്രതീക്ഷിത അപകടങ്ങൾ. അപകടം നടന്ന സമയത്ത് ആലപ്പുഴയിലെ 2 കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയ മഴ നോക്കാം. ഹരിപ്പാട് 151.2 മില്ലിമീറ്റർ, ചേർത്തലയിൽ 119.5 മില്ലിമീറ്റർ. ഇതിനിടയിലാണ് ഈ അപകടമുണ്ടായ സ്ഥലം. കൃത്യമായി പറഞ്ഞാൽ വണ്ടാനത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള വഴിയിൽ കളർകോട്ടെ ചങ്ങനാശ്ശേരി മുക്ക് പിന്നിട്ട് 50 മീറ്റർ കഴിയുമ്പോഴാണ് അപകട സ്ഥലം. കളർകോട് ജംഗ്ഷനിൽ മഴമാപിനി ഇല്ലാത്തതിനാൽ തന്നെ അവിടെ കിട്ടിയ മഴയുടെ കൃത്യം കണക്ക് ലഭ്യമല്ല. എന്നാൽ അത് 119.5 മില്ലിമീറ്ററിനും 151.2 മില്ലിമീറ്ററിനും മധ്യയാകാം. ഒരുപക്ഷെ 151.2 മില്ലിമീറ്ററിൽ അധികവുമായേക്കാം. ഡിസംബറിലെ ഈ ദിവസം ആലപ്പുഴയിൽ 2.2 മില്ലിമീറ്ററിനപ്പുറം മഴ പെയ്താൽ തന്നെ അത് അസാധാരണമാണ്. ആ കണക്ക് വെച്ച് നോക്കിയാൽ ഹരിപ്പാട് 6573% അധിക മഴയും ചേർത്തലയിൽ 5195% അധിക മഴയും പെയ്തു. IMD പ്രസിദ്ധീകരിക്കുന്നത് ജില്ലാതല കണക്കുകളാണ്. അതിൽ പോലും അപകടം നടന്ന ദിവസം ആലപ്പുഴയിലെ ജില്ലാ ശരാശരി 47.7 മില്ലിമീറ്ററാണ്. സാധാരണ കിട്ടേണ്ട 2.3 മില്ലിമീറ്ററിന്റെ 1973% അധിക മഴ എന്ന് IMD തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഗുരുതരമെന്നറിയാൻ ചരിത്രപരമായ ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഡിസംബർ മാസത്തിൽ അരനൂറ്റാണ്ട് മുൻപ് 1972 ഡിസംബർ 8-നാണ് ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. അന്ന് പോലും പെയ്തത് 98 മില്ലിമീറ്റർ മാത്രമാണ്. എന്നാൽ ഈ ചരിത്രപരമായ ഡേറ്റ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. സമീപ വർഷങ്ങളിലാണ് ഡിസംബറിൽ മഴ കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഡിസംബർ മാസം 3-ാം തീയതി 87 മില്ലിമീറ്റർ, ഡിസംബർ 12-ന് 63.8 മില്ലിമീറ്റർ, ഡിസംബർ 9-ന് 59.4 മില്ലിമീറ്റർ. 2022-ൽ നോക്കിയാൽ ആ വർഷം ഡിസംബർ മാസം 12-ാം തീയതി 63.8 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യക്ഷ തെളിവുകളാണ് ഈ കണക്കുകളായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ആലപ്പുഴയുടെ കഴിഞ്ഞ 77 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ 10 ഡിസംബർ ദിനങ്ങൾ എടുത്താൽ അതിൽ 3-ഉം കഴിഞ്ഞ വർഷമാണ്. ഈ വർഷം ഡിസംബർ 1, 2 തീയതികളിലെ മഴയുടെ കണക്ക് കൂടി അതിൽ ചേരുമ്പോൾ ഇപ്പോഴത്തെ മഴ ഒരു ന്യൂനമർദ്ദത്തിന്റെ അബദ്ധമല്ല, തകിടം മറിഞ്ഞ കാലാവസ്ഥയുടെ ലക്ഷണമാണ് എന്ന കാര്യം വ്യക്തമാകും. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ഡിസംബർ 2-ന് പെയ്തത് 185.7 മില്ലിമീറ്റർ മഴയാണ്. ഈ കണക്ക് IMDയുടെ ജില്ല തിരിച്ചുള്ള വിവരത്തിൽ നിന്നും ലഭിക്കില്ല. IMD പ്രസിദ്ധീകരിക്കുന്ന കണക്കനുസരിച്ച് തൃശൂർ ജില്ലയിൽ പെയ്തത് 46.2 മില്ലിമീറ്റർ മാത്രം മഴയാണ്. തൃശൂർ ജില്ലയിലെ 46.2 മില്ലിമീറ്റർ മഴ പോലും IMDയുടെ കണക്കിൽ തന്നെ 4096% അധികമാണ്. അതിന്റെ എത്രയോ മടങ്ങ് അധികമാണ് കൊടുങ്ങല്ലൂരിൽ പെയ്തിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 16,872% അധികം. നമ്മുടെ പ്രകൃതിയുടെ ഘടന വെച്ച് ഡിസംബറിൽ ഉണ്ടാകേണ്ടത് മഞ്ഞാണ്. അതിന് പകരമായി കൊടും മഴ പെയ്യുകയാണ്. മഞ്ഞ് പെയ്യേണ്ട വൃശ്ചികത്തിൽ ഇടവം മിഥുനം മാസമാണ് സംഭവിക്കുന്നത്. തൃശൂർ ജില്ലയുടെ കഴിഞ്ഞ 77 വർഷത്തെ ചരിത്രമെടുത്താൽ 2022 ഡിസംബർ 12-ന് പെയ്ത 65.6 മില്ലിമീറ്റർ മഴയാണ് ഏറ്റവും ഉയർന്നത്.
പിന്നെ ഡിസംബറിൽ 30 മില്ലിമീറ്റർ മുതൽ 11 മില്ലിമീറ്റർ വരെ മാത്രം മഴ പെയ്ത ചരിത്രമേ ജില്ലയിലുള്ളൂ. അവിടെയാണ് കൊടുങ്ങല്ലൂരിൽ 4 മണിക്കൂറിൽ 185.7 മില്ലിമീറ്റർ പെയ്തു നിറഞ്ഞത്. കൊടിയ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇക്കാലത്ത് പ്രാദേശിക വിലയിരുത്തലുകളാണ് അനിവാര്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഡിസംബർ. ഇതുവരെ നമുക്ക് ശീലമില്ലാത്തതിനാൽ തന്നെ തെറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹരിപ്പാടും ചേർത്തലയും ഇന്നലെ പെയ്ത ഈ മഴയുടെ കണക്ക് 5:15 മുതൽ വെബ്സൈറ്റിലുണ്ട്. അതിനുശേഷം ആലപ്പുഴയിൽ അതിലേറെ ശക്തമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. ഈ സമയത്ത് വാഹനങ്ങൾക്ക് ദിശ തെറ്റാമെന്നും കാഴ്ച പരിമിതി ഉണ്ടാകാമെന്നും ഏവർക്കും അറിയാം. അതിനെ നേരിടാൻ റിഫ്ലക്ടറുമായി മുന്നറിയിപ്പ് നൽകി മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇറങ്ങിയിരുന്നെങ്കിലോ ഒരു സംശയം വേണ്ട, ഈ ഒരു അപകടം ഒഴിവാകുമായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളും മുന്നറിയിപ്പുകളും നൽകാൻ സാധിക്കും. അതിനായി പ്രാദേശിക ഡേറ്റ ഉപയോഗിക്കണം. വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ ജില്ലാ ആസ്ഥാനത്ത് നിന്നുള്ള IMD മഴയുടെ കണക്ക് എടുത്തതാണ് അസാധാരണമായി ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ജില്ലാതല കണക്കിന്റെ 500% അധികമായിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും പെയ്തിറങ്ങിയത്. ആ കണക്ക് പഞ്ചായത്തുകൾക്ക് നോക്കാനും സാധിക്കുമായിരുന്നു. കാലാവസ്ഥാ മാറ്റം ഇനി അതിതീവ്ര പരിസ്ഥിതിവാദക്കാർക്ക് മാത്രമുള്ള ഒരു വിഷയമല്ല, ഓരോ പൗരന്റെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്. പകർച്ചവ്യാധികൾ വരുമ്പോൾ ഭരണകൂടം വാക്സിനുകൾ വികസിപ്പിക്കുന്നത് പോലെ കാലാവസ്ഥാ മാറ്റം മൂലം ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകണം. പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും തയ്യാറെടുക്കണം. ദേശീയ സംസ്ഥാന പാതകളിലെങ്കിലും കരുതൽ വേണം. ജില്ലാതല കണക്കുമായി പതിവ് പോലെ ഉദ്യോഗസ്ഥർ ഇരുന്നാൽ ഇത് സാധ്യമാകില്ല. കാരണം ആലപ്പുഴ ജില്ലയിൽ ഈ മഴക്കാലത്ത് സാധാരണ കിട്ടേണ്ടതിന്റെ 11% കുറവ് മഴയാണ് പെയ്തിരിക്കുന്നത്. തൃശൂരിൽ 22%, വയനാട്ടിൽ 20%, കാസർഗോഡ് 42% കുറവാണ്. കൊടുങ്ങല്ലൂരും മുണ്ടക്കയിലും മഞ്ചേശ്വരത്തുമൊക്കെ ഈ കണക്കുമായി ഒരു ബന്ധവുമില്ലാത്ത പെയ്ത്താണ് നടക്കുന്നത്. അത് മുൻകൂട്ടി അറിഞ്ഞ് തയ്യാറെടുപ്പുകൾ നടത്തിയേ മതിയാവുകയുള്ളൂ. സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയ കുട്ടികൾ കേരളത്തിലെ ഏറ്റവും മിടുക്കരായിരിക്കും എന്ന് നമുക്കറിയാം. അവർ 11 പേർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 16,000 മടങ്ങ് അധികം മഴ പെയ്തതനുസരിച്ച് തയ്യാറെടുത്തിരുന്നുവെങ്കിൽ ഇവർ ഓരോരുത്തരും 20,000% ആളുകൾക്ക് നന്മ ചെയ്യേണ്ടിയിരുന്നവരാണ്. കണക്കുകൾ ശേഖരിക്കുക മാത്രമല്ല, പ്രതിവിധികൾ കണ്ടെത്തുക കൂടി വേണം. അതും ഭരണകൂടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.